ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷത്തിന് പ്രൗഢോജ്വല തുടക്കം. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഊരാളുങ്കൽ സൊസൈറ്റി രാജ്യത്തിന് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രൗഢഗംഭീരമായിരുന്നു ചടങ്ങ്. തൊഴിലാളി കൂട്ടായ്മയിലൂടെ 100ലേക്ക് കടന്ന ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ദൃശ്യാവിഷ്കാരത്തോടെ തുടക്കം. മുഖ്യമന്ത്രി ശിലാഫലകം പ്രകാശനം ചെയ്തുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ലാഭം തൊഴിലാളികളുടെയും നാട്ടിൻ്റെയും ക്ഷേമത്തിന് വിനിയോഗിക്കുന്ന മാതൃകാ സ്ഥാപനമാണ് ഊരാളുങ്കൽ സൊസൈറ്റി എന്നും രാജ്യത്തിന് തന്നെ മാതൃകയാണ് ഈ സഹകരണ സൊസൈറ്റി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസിൽ അംഗത്വമുള്ള ഏക പ്രാഥമിക സംഘം എന്നതും ചെറുതല്ലാത്ത ബഹുമതിയാണ്. ഇന്ന് ഈ സൊസൈറ്റി കേരളത്തിനും ഇന്ത്യക്കും അഭിമാനമാണ്. നല്ല നിലയിൽ പ്രവർത്തിച്ച് ലോകത്തിൻ്റെ അംഗീകാരം കിട്ടുമ്പോഴും ഊരാളുങ്കൽ സൊസൈറ്റിക്കെതിരെ പ്രചരണം നടത്താൻ ചില മാധ്യമങ്ങൾ തയ്യാറാകുന്നു. കുത്തക കമ്പനികളെ സഹായിക്കാനാണിതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. സഹകരണ സംഘത്തിന് കൊടുക്കുന്നതിലാണ് ചിലർക്ക് വല്ലാത്ത സങ്കടം. ഇതെല്ലാം ആരെ സഹായിക്കാനാണ് എന്ന് പൊതുസമൂഹം കൃത്യമായി മനസ്സിലാക്കും എന്നത് ഈ വാർത്ത നൽകുന്നവര് ഓർക്കുന്നത് നല്ലതാണ്. സർക്കാരുകൾ നൽകുന്ന ന്യായമായ ആനുകൂല്യങ്ങളെപ്പോലും തെറ്റായി അവതരിപ്പിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. സഹകരണ മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രിമാരായ AK ശശീന്ദ്രൻ, മുഹമ്മദ് റിയാസ്, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, T പത്മനാഭൻ, M മുകുന്ദൻ, ഊരാളുങ്കൽ സൊസൈറ്റി പ്രസിഡന്റ് രമേശൻ പാലേരി തുടങ്ങിയവർ സംസാരിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളിൽ സുസ്ഥിര വികസന ഉച്ചകോടി ഉൾപ്പെടെ വിവിധ പരിപാടികളുണ്ട്. 24 കോഴിക്കോട്.